ഇത് ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ്. ഇത് ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നു. ജർമ്മനിയിൽ ഓട്ടോറിക്ഷ. നമ്മൾ ചോളപ്പാടത്തിൻ്റെ അടുത്ത് തിരിക്കുകയാണ്. നമസ്കാരം. ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. അത്താഴം കഴിച്ച് വയറ് നിറഞ്ഞ് ഒന്ന് നടന്ന് വയറൊക്കെ ഒന്ന് സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇറങ്ങിയതാണ്. താഴെ ഒരു കണ്ടമുണ്ട്, ചോളമൊക്കെ ഉണ്ടായിരുന്ന കണ്ടം. പണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ള. അങ്ങോട്ട് വയ്യ നടന്ന് നോക്കാം. ഇപ്പോൾ സന്ധ്യ ആകാറായി. ഇപ്പം ഇവിടെ 7:30 സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും പോയി നോക്കാം താഴേക്ക് വല്ലതും കാണാമെന്ന്. ഓക്കെ, ഫോളോ. ഈ വഴിയെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. സൈക്കിളും പോകാം, മറ്റു വണ്ടികളൊന്നും അലോഡല്ല. അതാണ് ഈ ബോർഡ് കാണിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ്. വളരെ വളരെ മനോഹരമായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പൂക്കളൊക്കെ വെച്ച്. സെമിത്തേരിയുടെ അവിടെ നിന്ന് നമ്മൾ പയ്യെ താഴോട്ട് നടക്കുകയാണ്. താഴെ ചോളമൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് ഇതുവരെ കൊയ്തില്ല. നമ്മൾ സ്ഥിരം നടന്നു പോകാറുള്ള, സൈക്കിളായാലും അല്ലെങ്കിൽ സ്ഥിരം നടന്നു പോകാറുള്ള വഴിയായത്. സൂര്യൻ അവിടെ അസ്തമിക്കാൻ താഴെടുത്ത് നിൽക്കുന്നു. സെമിത്തേരി വലിയ സെമിത്തേരി ഇങ്ങ് വരെ ഉണ്ട്. നമ്മളിത് അങ്ങൊന്ന് നടന്നു വന്നേ. ഇവിടുന്ന് താഴോട്ട് നമ്മൾ നടന്നു പോവുക. ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ചെറിയ കുടിലുകൾ പോലെ ഉണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർക്ക് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് ഇങ്ങനെ സ്ഥലം വാടകയ്ക്ക് എടുത്ത് അവിടെ ചെറിയ ഹട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷേ രാത്രി താമസിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോകേണ്ടവർക്ക് മാത്രമുള്ള റോഡാണത്. അങ്ങോട്ടുള്ള വണ്ടി മാത്രമേ അങ്ങോട്ട് അലോ ചെയ്യുള്ളൂ. നമ്മളിവിടെ നേരെ പോകും. നേരെ പോയിട്ട് അതിലെ ഒരു വഴിയുണ്ട് കണ്ടത്തിലോട്ട്, അങ്ങോട്ട് പോകാം. ഇവിടെയാണ് ഈ വില്ലേജിലെ ഫയർഫോഴ്സിൻ്റെ വണ്ടിയെല്ലാം കിടക്കുന്ന സ്ഥലം എവിടെയാണ്. അതിൻ്റെ ആസ്ഥാനം മുന്നോട്ട് എല്ലാം കാണാം. ഇതൊരു ആപ്പിൾ മരം. വഴിയിലൊക്കെ ഇങ്ങനെ ആപ്പിൾ മരം നിൽക്കുന്നത് കാണാം. ഇവിടം തൊട്ട് റെസിഡൻഷ്യൽ ഏരിയ തുടങ്ങുക. ഇവിടെയൊക്കെ കാർ കൊണ്ട് വരാം. അകലെ ഒരു പള്ളിയുടെ ഗോപുരം കാണാം. ആണോ? ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ ആസ്ഥാനം. ഈ വില്ലേജിൽ 1, 2, 3, 4, 5, 6 വണ്ടിയാണ് കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഇങ്ങനെ നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ഫയർഫോഴ്സ് പോകുന്നത് കേൾക്കാം. ഇതേ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നു. ജർമ്മനിയിൽ ഓട്ടോറിക്ഷ ഉള്ളല്ലോ. ഇതൊക്കെ ഇവിടുത്തെ കർഷകരുടെ വണ്ടികളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും അവരുടെ സംവരണ പുരകളുമൊക്കെയാണ്. ആ കാണുന്നതാണ് ചോളമൊക്കെ വിളഞ്ഞിരിക്കുകയാണ്. അത് കൊയ്യാൻ പോകുമ്പം ശേഖരിക്കുന്ന വണ്ടിയൊക്കെ കിടക്കുന്നത് ട്രക്ക് പോലെ. അതിനകത്തോട്ടായി ചോളവും ഗോതമ്പും
എല്ലാം ശേഖരിച്ചിടുന്നത്. എല്ലാം കൃഷി ആയുധങ്ങളാണ്, പണിയായുധങ്ങൾ. ട്രാക്ടറിൻ്റെ സാധനം കിടക്കുന്നുണ്ട്. ഇതേ ഒരു പഴയ സാധനം. നമ്മൾ ചോളപ്പാടത്തിൻ്റെ അടുത്ത് തിരിക്കുകയാണ്. ഈ ചോളമല്ലേ? ഞാൻ ചോളമാണെന്ന്, അതെ ചോളം തന്നെയാണ്, ചോളം. ഇതാണ് ഇവിടുത്തെ ചോളപ്പാടം. ഓ, അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുക. അല്ലെങ്കിൽ നമുക്ക് നടന്ന് അതിൻ്റെ അങ്ങ് പോകാമായിരുന്നു. എന്നാലും അവിടെ വരെ പോയി നോക്കാം. അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുക. അല്ലെങ്കിൽ നമുക്ക് നടന്ന് അങ്ങ് വരെ പോകാമായിരുന്നു. സൂര്യൻ എന്തോ അങ്ങ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ചക്രവാളത്തിൽ. ചോളമൊക്കെ വിളഞ്ഞിരിക്കുന്നു, കാണാമോ? വിളഞ്ഞിരിക്കുന്ന ചോളം കാണാമോ? താഴെയുണ്ട്. മേളിൽ അതിൻ്റെ പൂ പോലെ എന്ത് സംഭവം. താഴെയാണ് ചോളം. രണ്ട് സൈഡിലും നിറയെ ചോളം. അവിടെ ഒരു കലുങ്കും ഒരു തോടും ഒക്കെ ആയിരുന്നു. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇല്ലേ, പോകാമായിരുന്നു. കുറച്ച് നല്ല രസമായിരുന്നു അങ്ങോട്ട് പോയിരുന്നെങ്കിൽ. വഴിപണി നടക്കുക എന്നുള്ളതിന് സിമ്പലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടുത്തെ സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൈക്കിളും പറ്റത്തില്ല, നടന്നു പോകാനും പറ്റത്തില്ല. എന്തോ അതിൽ പാലം പുതുക്കി പണിയാൻ തോന്നുന്നു. ഇവിടെ ചെറിയൊരു കാര്യം കൊണ്ട് അതുവരെ പുതുക്കി പണിയാൻ തോന്നുന്നു. നോക്കട്ടെ. ഇവിടെ ഒരു പണി തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കും തീരാൻ. മര്യാദയ്ക്ക് പണിയുന്നതുകൊണ്ടായിരിക്കും. ക്രെയിനൊക്കെ കൊണ്ടുവച്ച് കാര്യമായ പണിയാണ്. നമ്മൾ സൈഡ് വഴി ആൾക്കാർ നടന്നു പോകുന്നുണ്ടെന്ന് ഒരു വഴിച്ചാല് കാണുന്നു. ഇപ്പം നോക്കട്ടെ. പോയി നോക്കാം. അതിനകത്ത് കയറരുന്നേ ഉള്ളൂ. പോയി നോക്കട്ടെ എവിടം വരെ പോകാൻ നോക്കട്ടെ. ഈ ചോളമൊക്കെ ഉണങ്ങിപ്പോയി. ഇതുണ്ടോ? ഇതാണ് ചോളം. ഉണ്ടോ? പറിക്കാറായി കിടക്കുക. പക്ഷെ ഇതെല്ലാം ഉണങ്ങി. ഉടൻ തന്നെ ഇതെല്ലാം ഇവർ വിളവെടുക്കും. ഇത് ഒട്ടും പച്ചപ്പില്ല. മുമ്പ് ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. എന്ത് ചെയ്യാൻ? ഇങ്ങനെ പോകാൻ പറ്റത്തില്ലേ? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നീ. യെസ്, അങ്ങോട്ട് പോകാം. അങ്ങോട്ട് കാര്യമില്ല. തിരിച്ചു കിടക്കുന്നുണ്ട്. ഇതാണ് ചോളം. വിളവെടുക്കാൻ പാകമായ ചോളപ്പാടം. ഇതിപ്പോൾ സെപ്റ്റംബറാണ്. സെപ്റ്റംബറായിട്ടും തണുപ്പ് വന്ന് തുടങ്ങിയിട്ടില്ല ജർമ്മനിയിൽ. അത്യാവശ്യം ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ നല്ല ചൂടുണ്ട്. നമുക്ക് തിരിച്ചു നടക്കാം. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. നമ്മൾ അവിടെ നിന്ന് ആ മരം നിൽക്കുന്നതിന് അവിടെ നിന്ന് വലത് സൈഡിൽ നിന്ന് നമ്മൾ നടന്നു വന്നത്. ഇനിയിപ്പോൾ നേരെ നടന്നു പോകാം. അവിടെ ഒരു പള്ളി കാണാം. മരത്തിൻ്റെയൊക്കെ പുറകിലായിട്ട് പള്ളിയുടെ ഗോപുരം കാണാം. അത് ഇവിടുത്തെ ഒരു പള്ളിയാണ്. കത്തോലിക്കയല്ല, എവാങ്കലിഷൻ പള്ളി ചർച്ച്. അതിൻ്റെ ഒരു ഗോപുരം കാണുന്ന ഒരു ക്ലോക്കൊക്കെ ഉണ്ട്. ക്യാമറയിൽ കാണാമെന്നറിയത്തില്ല. ഇതാണ് രണ്ട് സൈഡിലും ചോളം. ഇതത്രയ്ക്ക് ഭാഗമായില്ല ഈ ചോളം. പക്ഷേ ഈ സൈഡിലെ നോക്ക്, ഈ സൈഡിൽ അതുപോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഭാഗത്താണ് ഇപ്പോൾ കണ്ടത് നന്നായിട്ട് ഭാഗമായി നിൽക്കുന്നത്. ഉണ്ടോ? ഈ വില്ലേജിലെ വീടുകളൊക്കെയാണ് കാണുന്നത്. അങ്ങ് സന്ധ്യാകാറായി. ഇവിടെ ഇങ്ങനെ എല്ലാ വില്ലേജും ഒരു പള്ളി കാണും. അതിന് ചുറ്റും കുറച്ച് വീട് കാണും. അവിടെ കുറേ കൃഷിസ്ഥലം കാണും. അതൊരു ടിപ്പിക്കൽ ജർമ്മൻ രീതി, ടിപ്പിക്കൽ ജർമ്മൻ വില്ലേജിൻ്റെ രീതി. നമുക്ക് തിരിച്ചു നടക്കാം.
ഇന്നത്തെ വീഡിയോ നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങോട്ട് നമുക്കധികം പോകാൻ പറ്റിയില്ല, ഇവിടെ വഴിപണി നടക്കുന്ന കാരണം. ഇപ്പോൾ സൂര്യൻ സൺസെറ്റായി, സൂര്യൻ അസ്തമിച്ചു, ചെറിയ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ താമസിക്കുന്ന ഈ വില്ലേജിൻ്റെ മറ്റു കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ വരാം. അടുത്ത വീഡിയോയിൽ നോക്കട്ടെ, സൈക്കിളിൽ പോകാം, എന്നാൽ കുറച്ച് കൂടുതൽ സ്ഥലം കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, ബൈ ബൈ.